ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ കൂട്ടുകാരെ. എന്താണ് എല്ലാവരും വിശേഷം? തിരക്കിലാണ് കേട്ടോ കൂട്ടുകാരെ. അതാണ് കേട്ടോ വരാത്തതും വീഡിയോ ഒന്നും കാണാത്തതൊക്കെ. അപ്പം എൻ്റെ കൂട്ടുകാർ എല്ലാവരും ഞെട്ടിച്ച് കൊണ്ട് ഇന്നലെ ഒരു ഗിഫ്റ്റൊക്കെ ഇട്ട് വന്നിട്ടാ. അപ്പോൾ ആ ഗിഫ്റ്റ് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ കരഞ്ഞു പോയിട്ടാ. ആദ്യമായിട്ടാട്ടോ അവരിങ്ങനെ ഗോൾഡായിട്ടൊക്കെ കൊടുക്കുന്നത്. ഞങ്ങൾ പൈസ ആയിട്ടും ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കലൊക്കെ കേട്ടാ. സാധാരണ കയ്യിലൊന്നും അങ്ങനെ കൊടുക്കാറൊന്നുമില്ല. അപ്പോൾ അവർ 2 ഗ്രാമിൻ്റെ മോതിരമൊക്കെ ആയിട്ട് വന്ന് തന്നപ്പോഴേക്ക് സന്തോഷം കൊണ്ടാ സങ്കടം കൊണ്ട് എനിക്ക് ഭയങ്കര ഞാൻ കരഞ്ഞു പോയിട്ടാ. അപ്പോൾ അവർക്കും വിഷമമായി. എനിക്ക് എന്താ ഈ സങ്കടം പിടിച്ചിട്ട് കിട്ടണില്ല. മൊത്തത്തിൽ ആകെ ടെൻഷനാണല്ലോ. അപ്പോൾ എന്താ പറയുക, എൻ്റെ നിയന്ത്രണമൊക്കെ വിട്ടു പോയിട്ടാ. അങ്ങനെ അവർക്കും വിഷമമായി. അങ്ങനെ അവർ ആ ഗിഫ്റ്റൊക്കെ തന്നിട്ടാണ് കേട്ടോ അവർ പോയത്. അപ്പം നമുക്ക് താങ്ങും തണലുമായിട്ട് നമ്മളെ കൂട്ടുകാരികൾ വന്നതാണ് കേട്ടോ. അങ്ങനെ അവർ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോയിട്ടാണ് കേട്ടോ. 2 ഗ്രാമിൻ്റെ ഒരു മോതിരമാണ് കേട്ടോ അവർ കൊണ്ടുവന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷമായി എൻ്റെ കൂട്ടുകാരികൾ. അപ്പം നമ്മൾക്ക് ഇന്ന് തെങ്ങ് കയറിയിട്ട് ഒരു അടുപ്പ് ഉണ്ടാക്കാച്ചിട്ടാട്ടോ മുറ്റത്ത്. വലിയ ചോറും ചെമ്പൊക്കെ വെക്കാൻ പറ്റിയ അടുപ്പ്. അപ്പോൾ തെങ്ങൊക്കെ കയറിയിട്ടാ. അപ്പോൾ ഓലയൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ചൂലിനല്ലേ. അപ്പം നമ്മൾ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നിട്ടാ. അപ്പോൾ ആ ചൂലൊക്കെ അവൾ ഒഴിഞ്ഞു വന്ന്. അപ്പം നമ്മൾ മുറ്റത്തൊരു അടുപ്പുണ്ടാക്കുക. വലിയ ചെമ്പ് അകത്ത് വയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ അടുപ്പൊക്കെ ഇങ്ങനെ വേനൽക്കാലമൊക്കെ ആയാൽ പൊതുവേ മുറ്റത്തൊക്കെ ഉണ്ടാക്കൂട്ടാ. എന്നിട്ട് ചവറൊക്കെ ഇട്ടിട്ട് കത്തിക്കും. അപ്പോൾ ഓരോ മരത്തിൻ്റെ ചോട്ടിൽ നിന്നും ചവറൊക്കെ അടിച്ചു വന്നിട്ട് ചോറ് തിളയ്ക്കുന്നവരെ കത്തിക്കും. പിന്നെ ചോറ് തിളച്ചാൽ എന്തെങ്കിലും ചകിരി എന്തെങ്കിലുമൊക്കെ വെച്ചാൽ വേഗം ചോറാവൂട്ടാ ഈ ചവറിട്ട് കത്തിക്കണ കാരണം. അപ്പോൾ വേനൽക്കാലമായാൽ പൊതുവേ ഇവിടെ ഞാൻ ഉണ്ടാക്കില്ല. ഞങ്ങൾ തറവാട്ടിലൊക്കെ ഒന്നിച്ചിട്ടുള്ളപ്പോഴൊക്കെ അവിടെ മുറ്റത്ത് വേനൽക്കാലം ആയാലും അടുപ്പുണ്ടാക്കൂട്ടാ. അപ്പം നമുക്ക് ആത്തിക്കൊരു ശല്യം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ചോറും കറിയൊക്കെ അവിടെ തന്നെ വയ്ക്കാട്ടാ. അപ്പോൾ ഞാനിപ്പോൾ വലിയ കല്യാണമാണല്ലോ. അപ്പോൾ അറിയാത്ത കൂട്ടുകാരുണ്ടെച്ചെങ്കിൽ അച്ഛൻ്റെ മോളെ കല്യാണമാണ് 17-ാം തീയതി. അപ്പം നമുക്ക് ആൾക്കാർ കൂടുമ്പോൾ ഭക്ഷണം വലിയ ചെമ്പിൽ വയ്ക്കാൻ പറ്റിയ അങ്ങനത്തെ ഒരു അടുപ്പ് വേണം നമുക്ക്. അപ്പോൾ അതിനുള്ള ഒരടുപ്പൊക്കെ ഉണ്ടാക്കണം കേട്ടോ. അപ്പം എൻ്റെ അച്ഛന് കൽപ്പണി ആയതുകൊണ്ടാവും ചെറിയൊരു അങ്ങനത്തെ ഒരു കാര്യത്തിലൊക്കെ ഒരു ഇത് എനിക്ക് കിട്ടിയത് കേട്ടോ. അപ്പം എൻ്റെ ചേച്ചിയും നന്നായിട്ട് അടുപ്പൊക്കെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ വലിയൊരു അടുപ്പം വലിയ പവറും കാര്യങ്ങളൊന്നുമില്ല. എന്നാലും അവിടെ ഒന്ന് മണ്ണൊതുക്കി എടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് കേട്ടോ. അപ്പം അങ്ങനെ കല്ലൊക്കെ എടുത്ത് കൊടുത്തിട്ട് അതൊക്കെ ഒന്ന് ആദ്യം വെച്ച് നോക്കിയിട്ട് ആ മണ്ണെടുക്കേണ്ട ഭാഗത്ത് നിന്ന് കൈക്കോട്ടയായിട്ടൊക്കെ കൊത്തി പിന്നെ മടാളായിട്ടൊക്കെ ശരിയാക്കി കുറച്ച് കളിമണ്ണൊക്കെ എടുത്ത് ഒന്ന് കുഴച്ചിട്ട് ഒക്കെ ഒന്ന് ലെവലാക്കി എല്ലായിടം ഒക്കെ ഒന്ന് വെച്ചതിൻ്റെ ശേഷം പിന്നെ നമ്മൾ കല്ല് ഒന്ന് ലെവൽ ചെയ്തിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ വെള്ളം വെക്കുമ്പോൾ ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് മറയാതിരിക്കണമെങ്കിൽ അതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നമ്മൾ നീങ്ങി നിന്നിട്ടൊക്കെ നോക്കണം കേട്ടോ, കല്ല് ലെവലാണോ എന്നൊക്കെ. അപ്പോൾ അതൊക്കെ നോക്കിയതിൻ്റെ ശേഷം നമുക്ക് വീഡിയോ പിടിച്ചു തരാനൊന്നും ആരുമില്ല കേട്ടോ. അപ്പോൾ സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് കൂട്ടുകാരൊക്കെ ഒന്ന് ക്ഷമിക്കട്ടോ. അപ്പോൾ വല്ലപ്പോഴും ഒരു വീഡിയോ ആയിട്ട് വന്നില്ലെങ്കിൽ എന്നെ മറന്നു പോവില്ല എല്ലാവരും. അപ്പോൾ ഒന്ന് എൻ്റെ കൂട്ടുകാരികൾ കൊടുക്കുന്ന വിശേഷം പറയാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഒന്ന് അതിൽ കൂടെ ഞാൻ എടുത്തതാണ് കേട്ടോ. അങ്ങനെ അടുപ്പിൻ്റെ പണി തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാർ വീഡിയോ ഒക്കെ കാണാം കേട്ടോ. വിശേഷങ്ങളൊക്കെ ഞാനും ഇതുപോലെ വല്ലപ്പോഴും ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ.